സ്വാഗതം എല്ലാവർക്കും വളരെ പ്രധാനപ്പെട്ട ഒരു സെഷനിലേക്ക്. കഴിഞ്ഞ സെഷനിൽ നമ്മൾ കാറ്റഗറി 2 ക്വസ്റ്റൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. അതായത് ക്വസ്റ്റൻസ് അല്ല, ക്വസ്റ്റൻ ബുക്ക്ലെറ്റ്, ക്വസ്റ്റൻ പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് നമ്മുടെ എക്സാം ഹോളിൽ കിട്ടുന്നത്, എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത്, ഏതൊക്കെ രീതിയിലാണ് അതിൽ ശ്രദ്ധിക്കേണ്ടതെന്നൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു സെഷൻ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഒരുപാട് ആളുകൾക്ക് ഉപകാരമായി എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. ഓക്കെ, ഇന്നിപ്പോൾ നമ്മൾ നോക്കുന്നത് എൻ്റെ കയ്യിൽ പിന്നെ കാറ്റഗറി 3 ഒരു ക്വസ്റ്റൻ സെറ്റ് ഉണ്ട്. അതായത് ഡിസ്കസ് ചെയ്യാനല്ല, അതിലും എങ്ങനെയാണ് ഈ കാര്യങ്ങളൊക്കെ വരുന്നത് എന്നുള്ളത് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. അതായത് ആദ്യമായിട്ട് അറ്റൻഡ് ചെയ്യുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ചിലപ്പോൾ ഉപകാരപ്രദമായേക്കാം. ഓക്കെ, ഇത് ഞാൻ എന്നിട്ട് കാറ്റഗറി 3 എഴുതാൻ വേണ്ടി നമ്മൾ എക്സാം ഹോളിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് പ്രധാനമായിട്ട് 3 ബുക്ക്ലെറ്റാണ് നമ്മുടെ കയ്യിൽ ഉണ്ടാവുക. 3 ബുക്ക്ലെറ്റ് എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നോക്കിയാൽ ഇവിടെ എന്താ സെറ്റ് ആൽഫ കോഡ് എന്ന് പറഞ്ഞിട്ട് ABCD ഇതിലേതെങ്കിലും ഒരു കോഡാണ് ഇവിടെ ഉണ്ടാവുക. ഇവിടെ പേ ആണുള്ളത് അല്ലേ. അതേപോലെ തന്നെ ഇതേ കോഡായിരിക്കണം നിങ്ങൾക്ക് കിട്ടുന്ന OMR ഷീറ്റിലും ഉണ്ടാവേണ്ടത്. OMR ഷീറ്റിലും ABCD എന്ന് പറഞ്ഞ ആൽഫ കോഡ് വരും. അതൊക്കെ ഒരുപോലെ ഉണ്ടാവണം, അല്ലെങ്കിൽ നമ്മുടെ വാല്യുവേഷൻ നടക്കില്ല, ഇൻവാലിഡ് ആവും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ കാറ്റഗറി 3 നിങ്ങൾ നോക്കുക. പാർട്ട് 1 എന്ന് പറഞ്ഞൊരു ബുക്ക്ലെറ്റ് ഉണ്ട്. അതുപോലെ തന്നെ പാർട്ട് 2 എന്ന് പറഞ്ഞ രണ്ടാമതൊരു ബുക്ക്ലെറ്റ് ഉണ്ട്. അതുപോലെ തന്നെ അതിന് കൂടെ തന്നെ പാർട്ട് 3 എന്ന് പറഞ്ഞുകൊണ്ട് മൂന്നാമതൊരു ബുക്ക്ലെറ്റ് കിട്ടും. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ബുക്ക്ലെറ്റ് നിങ്ങൾ നോക്കിയാൽ പാർട്ട് 1 ഇവിടെ കാറ്റഗറി 3 ഉൾപ്പെടുന്ന നോക്കിയാൽ അഡോളസെന്റ് സൈക്കോളജി തിയറീസ് ഓഫ് ലേണിംഗ് ആൻഡ് ടീച്ചിങ് ആർട്ട് മീൻസ് നമ്മുടെ സൈക്കോളജി ക്വസ്റ്റൻസ് മാത്രമാണ് ഇതിലുണ്ടാവുക. പാർട്ട് 1 ഉണ്ടാവുക, പാർട്ട് 1 ബുക്ക്ലെറ്റിൽ. അപ്പോൾ സൈക്കോളജി നിങ്ങൾക്ക് അറിയാലോ, കാറ്റഗറി 3 സംബന്ധിച്ചിടത്തോളം 40 ചോദ്യങ്ങളാണ് സൈക്കോളജിയിൽ ഉണ്ടാവുക. 1ാമത്തെ ചോദ്യം മുതൽ 40ാമത് വരെയുള്ള 40 ചോദ്യങ്ങൾ 40 ക്വസ്റ്റൻസ് ആണ് ഏതിലുണ്ടാവുക, കാറ്റഗറി 3 ഉണ്ടാവുക. ഏത് സൈക്കോളജിയിൽ, അതായത് പാർട്ട് 1 സൈക്കോളജിയിൽ. അപ്പോൾ നമ്മളിപ്പോൾ OMR ഷീറ്റ് ഡിസ്കഷൻ ഞാൻ ചെയ്തിട്ടുണ്ട്. ഞാൻ വേണമെങ്കിൽ ഒന്നുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. അപ്പോൾ OMR നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അവിടെ പാർട്ട് 1 എന്ന് എഴുതിക്കൊണ്ട് എന്ത് ചെയ്യും, ഒരു കോളം നിങ്ങൾക്ക് തരും. അതിൽ 1 മുതൽ 40 വരെയുള്ള നമ്പർ ഉണ്ടാവും. അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കൃത്യമായിട്ട് ക്വസ്റ്റൻ വായിച്ച് ബബിൾ ചെയ്ത് വരും. ഓക്കെ, അപ്പോൾ ഇതിൽ ഞാൻ പിന്നെ വീണ്ടും ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയുന്നില്ല. നിങ്ങൾ മറിച്ച് നോക്കി കാണും. 1ാമത്തെ ചോദ്യം മുതൽ 40 ചോദ്യങ്ങളാണ് ഈ ഒരു ബുക്ക്ലെറ്റിൽ ഉണ്ടാവുക. ഓക്കെ, കൺഫ്യൂഷൻ ഒന്നുമില്ലല്ലോ. പിന്നെ കാറ്റഗറി 3 സംബന്ധിച്ചിടത്തോളം ഇംഗ്ലീഷിൽ മാത്രമേ ക്വസ്റ്റൻസ് ഉണ്ടാവും. അതും ഒരുപാട് ആൾക്ക് കൺഫ്യൂഷനാണ്. ഇംഗ്ലീഷിൽ മാത്രമേ സൈക്കോളജി ക്വസ്റ്റൻസ് ഒക്കെ ഉണ്ടാവുള്ളൂ, മലയാളത്തിലില്ല. ഓക്കെ, ഓൺലി ഇംഗ്ലീഷ്. റെഡി അല്ലേ? അപ്പോൾ ഇതാണ് പാർട്ട് 1 സംബന്ധിച്ചിടത്തോളം നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, കാറ്റഗറി 3. അങ്ങനെ നമ്മൾ പാർട്ട് 1 മാറ്റി കഴിഞ്ഞാൽ പിന്നെ അവിടെ വരുന്നത് പാർട്ട് 2 എന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത ഒരു ബുക്ക്ലെറ്റ് നിങ്ങളെ കൊണ്ടുതരും. ഓക്കെ, പാർട്ട് 2 കാണുന്നുണ്ട് തന്നെയാണ് വിചാരിക്കുന്നത് ക്യാമറയിൽ. ഓക്കെ ഉണ്ടല്ലോ. ഓക്കെ, പാർട്ട് 2 എന്ന് പറഞ്ഞുകൊണ്ടൊരു പിന്നെ ബുക്ക്ലെറ്റ്. അതിൽ നിങ്ങൾ നോക്കുക, അതിലെന്തൊക്കെയുള്ള നോക്കി കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഒന്നിതാ മലയാളം എന്നുണ്ട്, ഇംഗ്ലീഷ് എന്നുണ്ട് അല്ലേ. അപ്പോൾ പാർട്ട് 2 എന്ന് പറയുന്നത് ലാംഗ്വേജ് ആണ് വരുന്നത്. അപ്പോൾ അതിൽ മലയാളം ഇംഗ്ലീഷ് എന്ന് പറയാൻ കാരണം നിങ്ങൾ ഓൾറെഡി ഓൺലൈൻ അപ്ലൈ ചെയ്ത സമയത്ത് തന്നെ മലയാളം വേണോ അല്ല ഇംഗ്ലീഷ് വേണോ എന്നുള്ള കാര്യങ്ങളൊക്കെ അവിടെ സെലക്ട് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ ഹോൾ ടിക്കറ്റ് എടുത്ത് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കാറ്റഗറി 3 ഹോൾ ടിക്കറ്റ് എടുത്താൽ നിങ്ങളുടെ ഫോട്ടോയിൽ തൊട്ട് മുകളിലായിട്ട് ഇവിടെ കാണും ഓപ്ഷണൽ സബ്ജക്റ്റ് എന്താണ്, അതുപോലെ നിങ്ങൾ സെലക്ട് ചെയ്ത സെക്കൻഡ് ലാംഗ്വേജ് അല്ലെങ്കിൽ പാർട്ട് 2 ലാംഗ്വേജ് എന്താണെന്നുള്ള അതിൽ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ എന്താണോ നിങ്ങൾ ആ സമയത്ത് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്തത് അത് തന്നെ ഇവിടെ എടുക്കണം. അപ്പോൾ നിങ്ങൾ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ OMR എടുത്തു കഴിഞ്ഞാൽ അവിടെ പാർട്ട് 2 എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കോളം കാണും. ആ കോളത്തിന് തൊട്ടിപ്പുറത്ത് മലയാളം അല്ലെങ്കിൽ ഇംഗ്ലീഷ് എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവും. ഏതൊക്കെ ലാംഗ്വേജ് ഉണ്ടോ ആ ലാംഗ്വേജ് ഒക്കെ ഉണ്ടാവും. അതിൽ നിങ്ങൾ ഏതാണോ ഹോൾ ടിക്കറ്റ് അവിടെ അപ്ലൈ ചെയ്ത സമയത്ത് സെലക്ട് ചെയ്തത് അതിന് നേരെ ബബിൾ ചെയ്യണം. എന്നിട്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ, ക്വസ്റ്റൻ ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ. ഓക്കെ, അപ്പോൾ ഇതാണ് പാർട്ട് 2 ലാംഗ്വേജ്. അത് മലയാളം അതുപോലെ ഇംഗ്ലീഷാണ് ഉണ്ടാവുക. നിങ്ങൾ ഏതാണോ ചെയ്തത് അത് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, അറ്റൻഡ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കണം. ഇതേവിടുത്തെ മലയാളത്തിൽ 30 ചോദ്യങ്ങളാണ്, 41 മുതൽ 70 വരെയുള്ള ചോദ്യങ്ങൾ. കാരണം 40 വരെ സൈക്കോളജി ക്വസ്റ്റൻസ് നേരത്തെ കഴിഞ്ഞു അല്ലേ. അപ്പോൾ 41 മുതലുള്ള 30 ചോദ്യം എന്ന് പറഞ്ഞാൽ 70 വരെയുള്ള ചോദ്യങ്ങളാണ് മലയാളം ഉണ്ടാവുക. അതേ നമ്പർ തന്നെയാണ് 41 മുതൽ 70 വരെയാണ് ഇംഗ്ലീഷ് ഉണ്ടാവുക. നിങ്ങൾ ഏതാണ് അപ്ലൈ ചെയ്തത് ആ പേജ് മാത്രം കൊണ്ട് നേരെ ഓപ്പൺ ചെയ്യുക. ഓക്കെ, അതായത് നിങ്ങളിപ്പോൾ മലയാളമാണ് പാർട്ട് 2 ലാംഗ്വേജ് ആയിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നേരെ തുറന്നാൽ മലയാളം ക്വസ്റ്റൻസ് സ്റ്റാർട്ട് ചെയ്യും. 41ാമത്തെ ചോദ്യം മുതലാണ് അല്ലേ. 41 മുതൽ ഞാൻ പറഞ്ഞു നേരെ 70 വരെയുള്ള ചോദ്യങ്ങളാണ് മലയാളത്തിലുണ്ടാവും. അപ്പോൾ ഞാൻ ഇങ്ങനെ മറിച്ച് പോവുകയാണ്. 70 എണ്ണമാണ് മലയാളത്തിൽ ചോദ്യങ്ങളായിട്ട് വരിക അല്ലേ. ഇതെന്ന് വെച്ചാൽ നിങ്ങളുടെ മെയിൻ സബ്ജക്റ്റ് അല്ല, പാർട്ട് 2 ലാംഗ്വേജ് മാത്രമാണ് 30 ചോദ്യം. പിന്നെ ഇനിയിപ്പോൾ നിങ്ങൾ മലയാളമല്ല നിങ്ങൾ ഓപ്റ്റ് ചെയ്ത്, ഞാൻ ഇംഗ്ലീഷാണ് ചെയ്തു എന്ന് വിചാരിക്കും. ഇംഗ്ലീഷാണ് നിങ്ങൾ ഓപ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, മലയാളം ഒന്നും മൈൻഡ് ചെയ്യേണ്ട, നേരെ മറിച്ച് വരുമ്പോൾ ഇംഗ്ലീഷിൻ്റെ സെഷൻ വരും. ആ ഇംഗ്ലീഷിൻ്റെ സെഷൻ നോക്കി നിങ്ങൾ 41ാമത്തെ ചോദ്യം മുതൽ തന്നെയാണ് സ്റ്റാർട്ടിങ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഏതാണോ അപ്ലൈ ചെയ്തത് ആ ഭാഗം മാത്രം എടുത്താൽ മതി, ബാക്കിയൊന്നും നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ട. അപ്പോൾ ആ സമയത്ത് നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാകാൻ പാടില്ല. ആദ്യമായിട്ട് പോകുന്നവരോടാണ് ഇതെന്താണ് എല്ലാ ക്വസ്റ്റ്യനൊക്കെ വരുന്നത് അല്ലേ. ഞാനിനി ആ ഒരു സമയത്ത് നിങ്ങൾ ഒരിക്കലും മാറിപ്പോകാനോ അല്ലെങ്കിൽ കൺഫ്യൂസ്ഡ് ആവാനോ ഒന്നിനും പോകാൻ പാടില്ല. ഇതാ നിങ്ങൾ നേരെ ഇംഗ്ലീഷിലേക്ക് വരിക. 41ാമത്തെ ചോദ്യം സ്റ്റാർട്ട് ചെയ്യുക. അതിങ്ങനെ നോക്കി വന്നാൽ അവസാനത്തെ പേജ് ആകുമ്പോഴേക്കും 70ാമത്തെ ചോദ്യത്തിലേക്ക് നിങ്ങൾ എത്തിയിട്ടുണ്ടാവും. അപ്പോൾ ഏതാണോ നിങ്ങൾ അപ്ലൈ ചെയ്തത് അത് മാത്രം നിങ്ങൾ അറ്റൻഡ് ചെയ്താൽ മതി, ബാക്കിയൊക്കെ അതിലുണ്ടാവും. പക്ഷേ നമ്മൾ എന്ത് ചെയ്യേണ്ട, അതൊന്നും മൈൻഡ് ചെയ്യേണ്ട. അപ്പോൾ പാർട്ട് 2 നിങ്ങൾ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ നിങ്ങൾ കവർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വരുന്നതാണ് പാർട്ട് 3 എന്ന് പറയുന്നത്. ഈ പാർട്ട് 3യുടെ പ്രത്യേകത, ആ പാർട്ട് 3 എന്ന് വെച്ചാൽ എന്താണ്, നിങ്ങളുടെ ഓപ്ഷണൽ സബ്ജക്റ്റാണ്. അതായത് നിങ്ങളുടെ മെയിൻ സബ്ജക്റ്റ്. ഓക്കെ, നിങ്ങൾ BEd ഏതാണോ കോഴ്സ് അതാണ് ഇവിടെ വരിക. ഓക്കെ, ക്ലിയർ അല്ലേ. അപ്പോൾ ഞാൻ പറഞ്ഞു ഇത് മലയാളമാണ്. ഇവിടെ മലയാളം എന്ന് പറഞ്ഞതാണ് ഇത് മെയിൻ സബ്ജക്റ്റ് മലയാളം എടുത്ത ഒരാളുടെ എക്സാമിൻ്റെ പിന്നെ ക്വസ്റ്റ്യൻ പേപ്പറാണിത്. അപ്പോൾ കാറ്റഗറി 3 നിങ്ങൾ ഏതാണോ ഓപ്ഷണൽ സബ്ജക്റ്റ് എന്താണോ അതിൻ്റെ മാത്രം ക്വസ്റ്റൻസ് നിങ്ങൾക്ക് പാർട്ട് 3 വരും. നേരത്തെ കാറ്റഗറി 2 കണ്ട പോലെ എല്ലാ ക്വസ്റ്റനും നമുക്ക് തരില്ല. നമ്മൾ എന്താണോ അപ്ലൈ ചെയ്തത് അത് മാത്രമേ വരുള്ളൂ. അതായത് നിങ്ങൾ ഓൺലൈൻ അപ്ലൈ ചെയ്ത സമയത്ത് നിങ്ങളുടെ ഓപ്ഷണൽ സബ്ജക്റ്റ് ആയിട്ട് കൊടുത്തത് നിങ്ങളിപ്പോൾ BEd ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാലോ, എന്താണോ കൊടുത്തത് അതിൻ്റെ ക്വസ്റ്റൻ തന്നെ നിങ്ങൾക്ക് കൊടുത്തരും. റെഡി.
ആ സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരുപാട് ആളുകൾ പാർട്ട് 3 ലാംഗ്വേജ് ഓപ്ഷണൽ സബ്ജക്റ്റ് ഞാൻ കൊടുത്തത് മാറിപ്പോയി. അതായത് എൻ്റെ മെയിൻ സബ്ജക്റ്റ് ഞാൻ പിന്നെ ഇംഗ്ലീഷാണ്, പക്ഷേ ഞാൻ അറിയാതെ അത് ഫിസിക്സ് ആയി പോയി, അല്ലെങ്കിൽ ഫിസിക്കൽ സയൻസ് എന്നുള്ളത് അറിയാതെ സോഷ്യലായി പോയി, അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. ഒരിക്കലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല. എക്സാമുകളിൽ പോയി കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ മാറ്റി വാങ്ങിയിട്ട് അറ്റൻഡ് ചെയ്യാനൊന്നും പറ്റില്ല. നിങ്ങൾ എന്താണോ ഓൺലൈൻ അപ്ലൈ ചെയ്തത് അത് മാത്രമേ ചെയ്യൂ. അതേ വാലിഡ് ആവും, അതേ വാല്യൂ ചെയ്യും. ഓക്കെ, അപ്പോൾ ഇവിടെ ശരിക്കും ശ്രദ്ധിക്കുക. പാർട്ട് 3 ഇതിപ്പോൾ മെയിൻ സബ്ജക്റ്റ് മലയാളം എടുത്തത്, അതായത് മലയാളം ടീച്ചറാവാൻ പിന്നെ B.Ed കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത ഒരു ആളുടെ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇത്. എന്ന് വെച്ചാൽ അവരുടെ ഓപ്ഷൻ സബ്ജക്റ്റ് മലയാളമാണ്. നിങ്ങൾക്കറിയാം കാറ്റഗറി 3 മെയിൻ സബ്ജക്റ്റ്, അതായത് നമ്മുടെ മെയിൻ പാർട്ട് 3 ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാം 80 മാർക്കിൻ്റെ ചോദ്യങ്ങളുണ്ടാവും അല്ലേ. അതായത് 40 മാർക്കിൻ്റെ സൈക്കോളജി കഴിഞ്ഞു, പിന്നെ 30 മാർക്ക് നമുക്ക് ഒരു പാർട്ട് 2 ലാംഗ്വേജ് ഉണ്ട്. അത് വേണമെങ്കിൽ ഇംഗ്ലീഷ് അല്ലെങ്കിൽ മലയാളം നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. അങ്ങനെ ടോട്ടൽ അവിടെ 70 ക്വസ്റ്റൻസ് കഴിഞ്ഞാൽ ബാക്കിയുള്ള 80 ക്വസ്റ്റൻസ് 80 ക്വസ്റ്റൻസ് തന്നെയാണ് നമ്മുടെ ഓപ്ഷണൽ സബ്ജക്റ്റാണ് വരിക. നിങ്ങൾ എന്താണോ ഓപ്ഷണൽ സബ്ജക്റ്റ് അതിനനുസരിച്ച് വരും. ഓക്കെ, 80 ഉണ്ടാവും, അറിയാലോ. അപ്പോൾ ഇവിടെ ഇതിൽ പിന്നെ ഒന്നും കൺഫ്യൂഷൻ ഒന്നും വേണ്ട. നേരെ 71 മുതൽ അങ്ങ് തുടങ്ങി കഴിഞ്ഞാൽ നേരെ ഇതാ മറിച്ച് പോയി കഴിഞ്ഞാൽ 150ാമത്തെ ചോദ്യം വരെയുള്ള 80 ചോദ്യങ്ങളാണ് ഇവിടെ വരിക. റെഡി. അപ്പോൾ ഇതാണ് കാറ്റഗറി 3യുടെ പാർട്ട് 3 സെഷനിൽ വരുന്നത്. റെഡി. അപ്പോൾ നമ്മുടെ OMR ഷീറ്റിൽ കൃത്യമായിട്ട് അവിടെ കൊടുത്തിട്ടുണ്ട് പാർട്ട് 2, പാർട്ട് 3, അതുപോലെ പാർട്ട് 1 ഒക്കെ എങ്ങനെയാണ് ചെയ്യേണ്ടത്, ബബിൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, അത് ഡീറ്റെയിൽ ആയിട്ടൊന്ന് മനസ്സിലാക്കുക. ഇനിയിപ്പോൾ അങ്ങനെ ഞാൻ ചെയ്യണമെങ്കിൽ ഞാൻ എന്ത് ചെയ്തുതരാം, ഡീറ്റെയിൽ ആയിട്ട് ഞാൻ നിങ്ങൾക്ക് ഒന്നും കൂടെ എന്ത് ചെയ്യാം, ഓരോ കാറ്റഗറിയുടെയും OMR ഷീറ്റ് കാണിച്ചു തരാം. അപ്പോൾ നമ്മളിപ്പോൾ 2 എണ്ണമാണ് ചർച്ച ചെയ്തത്. അപ്പോൾ ഇതിന് കൂടെ അപ്പോൾ ഒരുപാട് ആൾക്ക് കൺഫ്യൂഷൻ വരും. കാറ്റഗറി 4ൻ്റെ കാര്യം എന്താ പറയുന്നത്, അല്ലെങ്കിൽ കാറ്റഗറി 1ൻ്റെ കാര്യം എന്താണ് പറയുന്നത്. എല്ലാം ഒരുപോലെ തന്നെയാണ്. ക്വസ്റ്റ്യൻ ബുക്ക്ലെറ്റ് ചേഞ്ച് ഉണ്ടെങ്കിലും എല്ലാം ശ്രദ്ധിക്കേണ്ടപ്പോൾ ഒരേപോലെ തന്നെയാണ്. ഇപ്പോൾ കാറ്റഗറി 4ലേക്ക് വരുന്നെങ്കിൽ നിങ്ങൾക്കറിയാം ഇതേപോലെ തന്നെയാണ്. സൈക്കോളജി 30 ക്വസ്റ്റൻസ് ഉണ്ടാവും അല്ലേ, ലാംഗ്വേജിൽ നിന്നുള്ള ക്വസ്റ്റൻസ് ഉണ്ടാവും. പിന്നെ എന്താണ് ഉണ്ടാവുക, സൈക്കോളജി ലാംഗ്വേജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ കയ്യിൽ കിട്ടുന്നത് നിങ്ങളുടെ മെയിൻ സബ്ജക്റ്റ് എന്താണ്, ഓപ്ഷൻ സബ്ജക്റ്റ്. നിങ്ങൾ കാറ്റഗറി 4 ഏതിനാണോ അപ്ലൈ ചെയ്തത് അതുമായി കണക്ട് ചെയ്തുകൊണ്ട് അതിൻ്റെ ക്വസ്റ്റൻസ് ആണ് ഉണ്ടാവുക. അതാണ് നിങ്ങൾ അതിൽ ശ്രദ്ധിക്കേണ്ടത്. ഇനി കാറ്റഗറി 1 ആണെങ്കിൽ അങ്ങനെ തന്നെയാണ്. നിങ്ങൾക്ക് അറിയാലോ എന്താണ്, ഒരു ലാംഗ്വേജ് ഉണ്ട്, അറിയാലോ, സൈക്കോളജി ഉണ്ട്, ലാംഗ്വേജ് ഉണ്ട്, അതിൽ സംശയമൊന്നുമില്ലല്ലോ. പിന്നെ എന്താണ് EVS എന്നുള്ള സെഷൻ ഉണ്ട്. അങ്ങനെ ഓരോ സെഷൻ ആയിട്ടുണ്ട്. എല്ലാം ഒരേപോലെ തന്നെയാണ്. നിങ്ങൾ എന്താണോ ചെയ്തത് അത് കൃത്യമായിട്ട് വായിക്കുക, മനസ്സിലാക്കുക. 1നും 4നും ശ്രദ്ധിക്കണം. നിങ്ങൾ ഏത് ലാംഗ്വേജ് ആണോ അപ്ലൈ ചെയ്തത് അത് കൃത്യമായിട്ട് ഹോൾ ടിക്കറ്റ് ഈ ഒരു ടോപ്പ് ഭാഗത്ത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഹോൾ ടിക്കറ്റ് കയ്യിലുണ്ടല്ലോ, പോയി എടുത്ത് നോക്കിയാൽ മതി, അവിടെ കാണും. അതിനനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് ബബിൾ ചെയ്തിട്ട് ആൻസർ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കണം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഞാനത് ഞാൻ ചെയ്യേണ്ടതെന്ന് ആദ്യം വിചാരിച്ചായിരുന്നു. പക്ഷേ ഞാൻ പറയാൻ കാരണം ഈ ഇൻവാലിഡ് ആവാൻ വേണ്ടി ആവാൻ സാധ്യതയുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഞാൻ ഈ പറഞ്ഞത്. എന്താണ്, നമ്മുടെ എല്ലാം കൃത്യമായിട്ട് ആൻസറും കാര്യങ്ങളൊക്കെ നല്ല നീറ്റായിട്ട് ചെയ്യും. പക്ഷേ നമ്മൾ OMR ബബിൾ ചെയ്ത സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോകും. ഓക്കെ, അതായത് ഇംഗ്ലീഷ് അപ്ലൈ ചെയ്തെടുത്ത് നമ്മൾ ഒരു മലയാളം ചെയ്യും, അല്ലെങ്കിൽ മലയാളം അപ്ലൈ ചെയ്തെടുത്ത് ഇംഗ്ലീഷ് പോകും. ഇനി ഇവിടെ തന്നെ ഇപ്പോൾ തന്നെ ഞാൻ ഒരു കൺഫ്യൂഷൻ പറഞ്ഞില്ല. നിങ്ങളുടെ ഓപ്ഷണൽ സബ്ജക്റ്റ് ഇപ്പോൾ ഒരു എക്സാമ്പിൾ മലയാളം അല്ലെങ്കിൽ ഇംഗ്ലീഷ് ഒക്കെ ഉള്ളവരുണ്ടാവും, ലാംഗ്വേജ് ഉള്ളവരുണ്ടാവും. അങ്ങനെയുള്ളവർ ഓപ്ഷണൽ സബ്ജക്റ്റ് ഇപ്പോൾ നിങ്ങൾ മലയാളമാണെങ്കിൽ അതിൻ്റെ കൂടെ പാർട്ട് 2 ലാംഗ്വേജ് ഇപ്പം കണ്ടുല്ലോ. ഈ പാർട്ട് 2 ലാംഗ്വേജ് ചിലപ്പോൾ ഇംഗ്ലീഷൊക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ടാവും. അത് രണ്ടും വേറെ ചെയ്യേണ്ടതെന്ന് വിചാരിച്ചു. അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല. നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും ചെയ്യാം. ഓക്കെ, ഇനി അങ്ങനെയുള്ളവർ എന്ത് ചെയ്യുക, രാഷ്ട്രത്തെ മൂലം പാർട്ട് 2 എന്നുള്ളതിൽ നേരെ പോയിട്ട് എന്ത് ചെയ്യും, നമ്മുടെ മെയിൻ സബ്ജക്റ്റ് മലയാളമാണെങ്കിൽ ആ മലയാളം പോയിട്ട് അപ്ലൈ ചെയ്യും. നിങ്ങൾ ചിലപ്പോൾ അപ്ലൈ ചെയ്തത് ഇംഗ്ലീഷ് ആയിരിക്കും, നിങ്ങൾ ഹോൾ ടിക്കറ്റ് ഒക്കെ മനസ്സിലാവും. അതിന് പകരം അറിയാതെ മലയാളം. എന്നിട്ട് ഓപ്ഷണൽ സബ്ജക്റ്റ് കണ്ടെടുത്ത് എന്ത് ചെയ്യും, അതിൽ ഇംഗ്ലീഷ് കണ്ടുകൊണ്ട് ഇപ്പം അതിന് ഇംഗ്ലീഷ് അപ്ലൈ ചെയ്യും. അപ്പോൾ ശരിക്കും ശ്രദ്ധിക്കുക, ഓപ്ഷണൽ സബ്ജക്റ്റ് എന്ന് വെച്ചാൽ നമ്മുടെ മെയിൻ സബ്ജക്റ്റാണ്. നിങ്ങൾ ഏതിനാണോ B.Ed എടുക്കുന്നത് അതാണ് ഓപ്ഷണൽ സബ്ജക്റ്റ്. നിങ്ങൾ ഏത് ടീച്ചർ ആവാനാണോ ആഗ്രഹിക്കുന്നത് അതാണ് ഓപ്ഷണൽ സബ്ജക്റ്റ്. ഓക്കെ, അപ്പോൾ അത് മാറാൻ പാടില്ല. കൃത്യമായിട്ട് നീറ്റായിട്ട് നിങ്ങൾ ചെയ്യണം. ഓക്കെ, ഇനി ഈ ക്വസ്റ്റ്യൻ പേപ്പർ കാണിച്ചുകൊണ്ട് ഞാൻ ഒരു കാര്യം പറയാം. ഇവിടെ നമുക്ക് മലയാളം ക്വസ്റ്റ്യൻ ഏത് ക്വസ്റ്റ്യൻ ആവട്ടെ, ഒരു കാരണവശാലും നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, ക്വസ്റ്റ്യൻ വായിച്ചിട്ട് അതിൽ തന്നെ ആൻസർ ഇങ്ങനെ മാർക്ക് ചെയ്ത് പോയിട്ട് അവസാനം പോയിട്ട് OMR ബബിൾ ചെയ്യാമെന്നും തോന്നാൻ പാടില്ല. അത് വിഡിത്തമാണ്, മണ്ടത്തരമാണ്. ഓക്കെ, കാരണം നിങ്ങൾ അങ്ങനെ ചെയ്ത് പോകുന്ന സമയത്ത് ആലോചിച്ച് ഒരുപാട് സമയം പോകും. പിന്നെ നിങ്ങൾക്ക് വീണ്ടും സെക്കൻഡ് റൗണ്ട് പോയിട്ട് ബബിൾ ചെയ്യാനുള്ള സമയമൊന്നും ഉണ്ടാവില്ല. പിന്നെ നിങ്ങൾ മൊത്തം നെർവസ് ആകും, ആകെ ബുദ്ധിമുട്ടാവും. ഓക്കെ, അവിടെ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, ക്വസ്റ്റ്യൻ വായിക്കുന്നു, കൃത്യമായിട്ട് കിട്ടിക്കഴിഞ്ഞാൽ നേരെ OMR പോയിട്ട് അത് എന്ത് ചെയ്യുക, ബബിൾ ചെയ്യുക, എന്നിട്ട് മാത്രം അടുത്തേക്ക് വരും. ഓക്കെ, അത് കൃത്യമായിട്ട് ചെയ്യും. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തീർച്ചയായിട്ടും എന്നെ അറിയിക്കണം, കമൻറ്റ് ചെയ്ത് അറിയിക്കണം. ആദ്യമായിട്ട് പോകുന്നവരൊക്കെയാണ് ഞാൻ കൂടുതലായിട്ട് ഇത് ഉദ്ദേശിച്ചത്. ബാക്കിയുള്ളവരും ശ്രദ്ധിക്കുക, തെറ്റിക്കരുത്. കഷ്ടപ്പെട്ട് പഠിച്ചു പോകുന്നതാണ്, കൃത്യമായിട്ട് പഠിച്ചു പോകുന്നതാണ്. അപ്പോൾ ആ സമയത്ത് നമ്മളൊരു അബദ്ധം കാരണം നമ്മുടെ മാർക്ക് കളയാൻ പാടില്ല, നമ്മളെ ഒരു ചാൻസ് കളയാൻ പാടില്ല. ഓക്കെ, അടുത്ത ദിവസം കാണാം. താങ്ക് യു.